കൃപയാൽ മിനിസ്റ്ററിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. യെശയ്യാവ് 28-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. ദൈവനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഈ വചനം: ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകി പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളായിരിക്കരുത്. സർവ്വഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെക്കുറിച്ച് ഞാൻ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിങ്കൽ നിന്ന് കേട്ടിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഈ വചനം നിങ്ങൾക്ക് പരിചയമുള്ള വചനമായിരിക്കാം. കഴിഞ്ഞ ദിവസം ബൈബിൾ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു വചനമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, അതായത് നമ്മളെല്ലാവരും കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുക അല്ലേ. ദൈവം സ്വന്തം രക്ഷിതാവായി വന്ന് നമ്മളെ ചേർത്തുകൊള്ളുന്ന ആ നിമിഷത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ നാളുകളെല്ലാം നമ്മൾക്ക് അതിൻ്റെ ഒരുക്കത്തിൻ്റെ നാളുകളായി മാറുമാറാകട്ടെ. ഇവിടെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്, നിങ്ങൾ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല. പരിഹാസം ദൈവത്തിന് ഇഷ്ടമില്ല. ഹല്ലേലൂയ, സ്തോത്രം. കാരണം എല്ലാ സൃഷ്ടികളും ദൈവം ഉണ്ടാക്കിയ സൃഷ്ടികളാകുമ്പോൾ ആരെയും വിധിക്കുവാനോ അല്ലെങ്കിൽ ആരെയും പരിഹസിപ്പാനോ നമ്മളൊന്നുമല്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം തന്നിരിക്കുന്ന ഈ ശ്വാസം നിലച്ചു പോയാൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഒന്നുമല്ല. ഹല്ലേലൂയ. മനുഷ്യൻ ഈ ലോകത്ത് ദൈവം നമുക്ക് തരുന്ന ആനുകൂല്യം അല്ലെങ്കിൽ കർത്താവ് നമുക്ക് തരുന്ന ഈ ജീവിതം ദൈവത്തിന് ഇഷ്ടമാകും വണ്ണം നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല, പരിഹസിക്കാനായിട്ട് പാടില്ല. ദൈവവചനത്തിലേക്ക് നമുക്ക് കടക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മുറുകി പോകാതിരിക്കേണ്ടതിന്. ഹല്ലേലൂയ. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട് അല്ലേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുപോലെ തന്നെയാണ് പിശാചിൻ്റെ സകല അടിമത്വത്തിനും കർത്താവ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. തൻ്റെ ചങ്കിലെ ചോര കൊണ്ട്, ഹല്ലേലൂയ അല്ലേ, ആ ചങ്ക് നമുക്ക് വേണ്ടി പിളർന്നു തന്നിട്ട് ആ രക്തം കൊണ്ട് കർത്താവ് നമ്മളെ എന്ത് ചെയ്യാണ്, ദുഷ്ടൻ്റെ സകലമായ അടിമത്വത്തിൽ നിന്ന് ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നു, പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. വീണ്ടും നമ്മളുടെ ചില ജഡസ്വഭാവങ്ങൾ നിമിത്തം നമ്മൾ വീണ്ടും പിശാചിന് അടിമകളായി തീരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കും, നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകി പോകാം നിങ്ങൾ മറ്റുള്ളവരെ പരിഹസിക്കുമ്പോൾ. ഹല്ലേലൂയ, സ്തോത്രം. മറ്റുള്ളവരെ അതും ഇതും നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ട് വന്ന് ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥന, അത് എൻ്റെയും പ്രാർത്ഥന ദൈവം കേൾക്കില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ബന്ധനങ്ങൾ എന്ത് ചെയ്യണം, മുറുകി പോകാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. അത് എത്ര കർത്താവിൻ്റെ ദാസന്മാർ നിങ്ങളുടെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് വിടുതൽ ലഭിക്കില്ല. കാരണം നമ്മൾ മറ്റുള്ളവരെ പരിഹസിച്ചിട്ടാണ് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ദൈവവചനപ്രകാരം കർത്താവെ ഞാൻ ആരെയെങ്കിലും പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നമുക്ക് ക്ഷമ ചോദിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ വചനം 1-ാം അധ്യായം, അതായത് സങ്കീർത്തനം 1-ൽ പറയാണ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പോലും ഇരിപ്പാൻ ദൈവം തൻ്റെ ഭക്തന്മാരെ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ അവരോട് കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നാം അറിയാതെ വണ്ണം നമ്മൾ അനേകരെ പരിഹസിച്ചെന്നിരിക്കാം. ആമേൻ, സ്തോത്രം. അനേകരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാം, അല്ല അനേകരെ നിന്ദിച്ചേക്കാം. ഹല്ലേലൂയ. അതൊന്നും കർത്താവിന് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങൾ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, ഇരിക്കല്ലേ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചനം പഠിക്കുമ്പോൾ അനേകയിടത്ത്, അതായത് സദൃശവാക്യത്തിൽ കൂടുതൽ ഭാഗത്തും പരിഹാസികളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഭാഗം ചിന്തിക്കാം. അതായത് സദൃശവാക്യം 19-29 പറയാണ്, പരിഹാസികൾക്കായി ശിക്ഷാവിധിയും മൂഢന്മാരുടെ മുതുകിന് ദൈവം തല്ലും ഒരുക്കി വെച്ചിരിക്കുക. അതായത് നമ്മൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച നമ്മുടെ യേശുവിനെ സ്വീകരിപ്പാൻ നമ്മൾ ഇരിക്കുമ്പോൾ കർത്താവ് ആ ദിവസത്തിൽ തന്നെ ന്യായവിധി പുറപ്പെടുവിക്കുമ്പോൾ പരിഹാസികൾക്ക് ദൈവം എന്ത് വെച്ചിരിക്കുകയാണ്, ഒരു ശിക്ഷാവിധി സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ആ ശിക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അകപ്പെടാനായിട്ട് പാടില്ല. ഹല്ലേലൂയ, സ്തോത്രം. സോ എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നമ്മൾ ഒരു മനുഷ്യനെ എന്ത് ചെയ്യാൻ പാടില്ല, നിന്ദിക്കാൻ പാടില്ല, പരിഹസിപ്പാൻ പാടില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ സദൃശവാക്യം
22:10 പറയാണ്, പരിഹാസിയെ നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യണം? നീക്കിക്കളയണം. അപ്പോൾ പിണക്കം പൊയ്ക്കൊള്ളും, കലഹവും എല്ലാം നിന്നുപോകും. ഹല്ലേലൂയ, സ്തോത്രം. കാരണം പരിഹാസിയിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് ഈ കലഹം, പിണക്കം, അതുപോലെ തന്നെ പലതായ നിന്ദകളൊക്കെ അല്ലേ. അപ്പോൾ പരിഹാസി നിങ്ങളുടെ ഇടയിലുണ്ട്, അവനെ നീക്കിക്കളയുക. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് സമാധാനം ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുപോലെ സദൃശവാക്യം 29:8 പറയാണ്, പരിഹാസികൾ പട്ടണത്തിൽ കോപാഗ്നി എന്ത് ചെയ്യും? ജ്വലിപ്പിക്കുക. അവർക്ക് എന്ത് ചെയ്യാം? വഴക്കുകൾ ഉണ്ടാക്കുക. അതാണ് ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞത്, പല രീതിയിൽ നമ്മുടെ അസമാധാനത്തിന് കാരണമായി തീരും ഈ ഒരു ക്യാരക്ടർ. ആമേൻ, സ്തോത്രം. അതുപോലെ സദൃശവാക്യം 30:17 അപ്പനെ പരിഹസിക്കുക. അതായത് ആ വചനം നിങ്ങൾ വായിക്കുമ്പോൾ മാതാപിതാക്കളെ മക്കളായ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പരിഹസിക്കാൻ പാടില്ല. ഹല്ലേലൂയ. അവർ പറയുന്നത് അനുസരിക്കണം. അവർ പറയുന്ന കാര്യങ്ങളെ കേൾക്കുവാനുള്ളൊരു മനസ്സ് നമ്മൾ വെക്കുന്നത്, അനുസരിപ്പാനുള്ള കൃപ ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ, സ്തോത്രം. അതുപോലെ തന്നെ സദൃശവാക്യം 3:34 പറയാണ്, പരിഹാസികളെയോ അവൻ പരിഹസിക്കുന്നു, എളിയവർക്കോ അവൻ കൃപ നൽകും. അതായത് കർത്താവായ യേശു തന്റെ ന്യായവിധി ദിവസത്തിൽ പരിഹാസികളെ പരിഹസിക്കുന്ന ഒരു സമയം വരും. ആമേൻ, സ്തോത്രം. അവരെ മാറ്റി നിർത്തുന്ന ഒരു സമയം വരും. അതുപോലെ തന്നെ എളിയവർക്ക് അവൻ എന്ത് ചെയ്യും? തൻ്റെ കൃപ തരും. സദൃശവാക്യം 13:1 ഇപ്രകാരം പറയാണ്, പരിഹാസിയോ ശാസന കേട്ട അനുസരിച്ച്. അതായത് പരിഹാസിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൻ ജ്ഞാനത്തെ ഇഷ്ടപ്പെടുകയില്ല. അവൻ്റെ ശാസന, അവനെ ആരെങ്കിലും ശാസിച്ചാൽ അവൻ എന്ത് ചെയ്യത്തില്ല? ആ ശാസന എന്ത് ചെയ്യത്തില്ല? സ്വീകരിക്കുന്ന വ്യക്തി ആയിരിക്കില്ല. അവൻ എന്താണ്? അവൻ എന്തോ വലുത്, അല്ലെങ്കിൽ ഞാനാണ് ഈ ലോകത്തെ ഉണ്ടാക്കിയ എന്നൊരു മട്ടിലാണ് അവൻ്റെ ജീവിതം, അല്ലെങ്കിൽ എനിക്കെല്ലാം കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അതൊക്കെയും പരിഹാസിയുടെ ലക്ഷണങ്ങളാണ്. മറ്റുള്ളവരെ ഒട്ടും അംഗീകരിക്കാൻ കഴിവില്ലാത്തൊരു മനസ്സ്. ഹല്ലേലൂയ. എന്നെക്കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റൂ. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ വെറും സീറോ ആയിട്ടും സ്വയം അവൻ എന്ത് ചെയ്യാണ്? വിലയിരുത്തുകയാണ്. ഹല്ലേലൂയ. സ്വയം അവനെ വലുതായി വിലയിരുത്തുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊക്കെയും ദൈവത്തിന് നമ്മളിൽ നിന്ന് ഇഷ്ടപ്പെടാത്ത ഫലങ്ങളാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചനം നമ്മൾ വായിക്കുമ്പോഴത്തേനും 2 ശമൂവേൽ, നമുക്ക് വചനത്തിലേക്ക് അല്പനേരം നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. 2 ശമൂവേൽ 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. എന്നാൽ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ കടക്കുമ്പോൾ ശൗലിന്റെ മകളായ മീകൾ കിളിവാതിലിൽ കൂടി നോക്കി ദാവീദ് രാജാവ് യഹോവയുടെ മുമ്പാകെ കുതിച്ചു നൃത്തം ചെയ്യുന്നത് കണ്ടു. തൻ്റെ ഹൃദയത്തിൽ അവനെ നിന്ദിക്കുവാനായിട്ട്, പരിഹസിപ്പാൻ അല്ലേ, അവൻ എന്ത് ചെയ്യുന്നു? നിന്ദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം ദാവീദ് രാജാവ് ഒരു രാജാവായിട്ടും അവരോടൊപ്പം കടന്ന് നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? അവനെ എന്ത് ചെയ്തു? നിന്ദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ ദൈവവചനം വായിക്കുമ്പോൾ ദാവീദ് മീകളിനോട് പറയുന്നുണ്ട്, യഹോവയുടെ ജനമായ ഇസ്രായേലിന് പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവൻ്റെ സകല ഗ്രഹത്തിലും ഉപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ. അതായത് ദാവീദ് എന്താണ്? ദാവീദ് എവിടെ കടന്നാണ് അവനെ ഇത്രത്തോളം ആക്കിയത്? നസ്രാനായ യേശുവാണ്. അപ്പം അവൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യേണ്ടത് അവൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യുന്നതിൽ അവൻ എന്തില്ല? മടിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതിനെ മീകൾ എന്ത് ചെയ്തു? കിളിവാതിലൂടെ നോക്കി അവനെ എന്ത് ചെയ്തു? നിന്ദിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എൻ്റെ അവസാനം പറയുന്നുണ്ട്, അവൻ ശൗലിൻ്റെ മകളായ മീകളിന് ജീവപര്യന്തം ഒരു കുട്ടിയും ഉണ്ടായിട്ടില്ല. തലമുറയെ കാണുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. അതാണ് ഓരോ മനുഷ്യരെയും നമ്മൾ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല? നിന്ദിക്കാനായിട്ട് പാടുള്ളതല്ല. ഹല്ലേലൂയ. അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല. ഹല്ലേലൂയ. അത് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാണ്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ആമേൻ, സ്തോത്രം. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മൾ എത്ര പ്രാർത്ഥനയുള്ള വ്യക്തികളാണെങ്കിലും മറ്റുള്ളവരെ കളിയാക്കിയിട്ടോ നിന്ദിച്ചിട്ടോ പരിഹസിച്ചിട്ടോ വന്ന് പ്രാർത്ഥിച്ച നസ്രാനായ യേശു നമ്മുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. കാരണം അവൻ എളിയവനെ ആദരിക്കുന്ന ഒരു ദൈവമാണ്. അവൻ എളിയവനെ കാത്ത് ജീവനോടെ പാലിക്കുന്ന ഒരു ദൈവമാണ്. അവനെപ്പോലെ ആകണം അവൻ്റെ മക്കളെന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കുക. നമ്മൾ ആരെങ്കിലും
അറിഞ്ഞോ അറിയാതെ ആരെങ്കിലും പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ, പുറമേ പരിഹസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ, പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് ക്ഷമ ചോദിക്കാം. ഈ നാളുകളിൽ ദൈവം നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ഏതൊക്കെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിജയം നേടിയാൽ, അതായത് നിങ്ങളുടെ തലമുറയെ ഓർത്തായാലും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ജീവിതം, എല്ലാത്തിനും നമുക്ക് മറുപടി വേണം, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു പ്രാർത്ഥനയൊക്കെ വേണമെങ്കിൽ നമ്മുടെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിനൊരു വ്യത്യാസം വന്നില്ലെങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ വെറുതെ നോക്കിയിരിക്കുന്നവരായി തീരോ. കർത്താവിൻ്റെ വരവിനായി നമ്മൾ ഒരുങ്ങണമെങ്കിൽ നമ്മുടെ ജഡ സ്വഭാവത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ നമുക്ക് ക്രൂശിക്കാം. അതുപോലെ തന്നെ മറ്റുള്ളവരെ പരിഹസിക്കുന്ന ആയിക്കൊള്ളട്ടെ, നമ്മുടെ സ്വഭാവങ്ങളിൽ വ്യത്യാസങ്ങൾ വരട്ടെ. ആമേൻ സ്തോത്രം. ദൈവം നമുക്കൊരു പുതിയൊരു ഹൃദയം തരട്ടെ. അതിനുവേണ്ടി ഈ നാളുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അതിനുവേണ്ടി ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കേട്ടപ്പെട്ട വചനപ്രകാരം നമുക്ക് കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ഈ വചനം ഇവിടെ നമുക്ക് നിർത്താം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്ര. വാഗ്ദത്തങ്ങളെ വിശ്വസ്തനും നീതിമാനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ അപ്പാ, ഇന്ന് നീ അടിയന് തന്ന വചനം ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. വലിയ ദൂതുകളൊന്നുമില്ല എങ്കിലും കർത്താവേ, നീ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമാണല്ലോ മനുഷ്യനെ പരിഹസിച്ചുകൂടാ. ഒരു വ്യക്തിയെ അറിഞ്ഞോ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ അപ്പാ, നീ ഞങ്ങളോട് ക്ഷമിക്കണേ അപ്പാ. എളിയവനെ ആദരിക്കുക. ഹല്ലേലൂയ. ദരിദ്രരോട് കൂടെ ഇരിപ്പ, അവരെ സഹായിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ. യേശുപ്പാ സ്തോത്രം കർത്താവേ. എളിയവനോട് കൂടെ നടക്കുക. എളിയവനെ പീഡിപ്പിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു എന്നുള്ള വചനപ്രകാരപ്പ അവനോട് ദയ കാണിക്കുന്നവനെ യഹോവ അനുഗ്രഹിക്കുമല്ലോ. യേശുപ്പ ദൈവമേ, മറ്റുള്ളവരെ സ്നേഹിപ്പ, മറ്റുള്ള എളിയ ജനത്തോട് തൻ്റെ ദൈവം ഞങ്ങൾക്ക് കാട്ടിത്തന്ന ആ കൃപയും സ്നേഹവും മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. എന്ന് ഞങ്ങൾക്ക് തന്ന ഈ വചനപ്രകാരം ഞങ്ങൾ ഓരോരുത്തരെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് വച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾ കർത്താവേ, ഞങ്ങൾ അറിഞ്ഞോ അറിയാതെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ, നീ ഞങ്ങളോട് മനഃപൂർവ്വമായിട്ട് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കുന്നപ്പ. നല്ല വചനത്തിനായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. പ്രാർത്ഥന യാചനയും കേട്ട പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കൃപയാ മിനിസ്ട്രിയുടെ ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.